എൻ്റെ പ്രിയപ്പെട്ട, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഒത്തിരി പേര് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കണ്ടേ. ഇപ്പം ഇന്ന് ഓരോ ദിവസവും ഉടമ്പടി എടുക്കുന്നവർ ചിലർക്ക് ഉടമ്പടിയിലൊരു ഉടക്ക് വരുന്നുണ്ട്. അതെന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഈ കക്ഷികൾക്ക് ഉടമ്പടി വെക്കുന്ന വിഷയങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി വെക്കുന്ന വിഷയങ്ങൾക്കല്ല പ്രാധാന്യം. എന്താ കാര്യം? എന്താ പറഞ്ഞിരിക്കണത്? നിങ്ങളെ ഇപ്പം തന്നെ മത്തായിയുടെ സുവിശേഷം 6:8 വായിച്ചേ. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ. വിഷയത്തിന്റെ കാര്യം കേട്ടില്ലേ? എന്താണ് നിങ്ങൾ ഒന്ന് പറഞ്ഞ? നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. അടാ, അപ്പൊ നമ്മള് അവിടെ കർത്താവിന്റെ ഗേറ്റിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ആവശ്യം അറിഞ്ഞു അത് ചെയ്തു തരാൻ കർത്താവ് തയ്യാറാണ്. പക്ഷെ ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. അതെന്താണ്? 6:33 വായിച്ചേ. മത്തായി സുവിശേഷം 6:33. ദൈവം നമ്മളോട് പറയുന്ന കാര്യം വായിച്ചേ. നിങ്ങൾ ആദ്യം. അതാ സംഭവം. ഒന്ന് പറഞ്ഞേ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോഴെന്താണ്? ദൈവം നമ്മൾ ചോദിക്കും മുമ്പ് തന്നെ തരാൻ തീരുമാനിച്ചു. പക്ഷെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്? എന്താണ്? അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക. ഉടമ്പടി അതാണ് ചെയ്യണത്. ദൈവത്തിൻ്റെ രാജ്യം ദൈവം അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് അത് ജീവിതത്തിൽ നിറവേറ്റി സുവിശേഷം സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മൾ എന്താണ്? ദൈവരാജ്യം നമ്മൾ വന്നു കഴിഞ്ഞു എന്നാണ്. ലൂക്ക 17:21 വായിക്കാം. ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കുക. എന്താണ്? ഞാൻ ആദ്യം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കും എന്ന് തീരുമാനം എടുത്താൽ ബാക്കിയുള്ളത് എന്തുമാത്രമാണെന്ന് ഒരു പിടിയില്ല. 6:36 വർക്കൗട്ട് ചെയ്യും. എന്താണ്? ലുക്ക അമർത്തി കുലുക്കി നിറച്ചാൽ അന്ന് അവൻ നിന്റെ മടിയിലോട്ട് ചേരിയും. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഒരു നിർലോഭമായ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിർലോഭമായി കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാവേ.